സൂപ്പർമാർക്കറ്റിലും പിന്നെ പുറത്തുള്ള അപ്പോൾ മഞ്ഞപ്പിത്തം വന്നുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഭാഗത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ബേബിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന, ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കുന്ന ഒരു ഫുഡ് റെസിപ്പി പറഞ്ഞ ഒരാളാണ് കേട്ടോ. ബേബീസിനെ ഹെൽത്തി ആയിട്ടും അതേമാതിരി ബ്ലഡ് കുറവ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉള്ള ബേബീസിനെ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണുന്നവർക്കാണെങ്കിൽ അറിയാം. അപ്പം ബേബി 1 വീക്കായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. മഞ്ഞപ്പിത്തം വന്നു, കൗണ്ട് കൂടി. അപ്പം HB ബ്ലഡിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഓൾറെഡി ഓന് കൊടുക്കുന്ന ഫുഡാണ്. അപ്പോൾ മഞ്ഞപ്പിത്തം വന്നുകൊണ്ടാണ് അവന് HB കുറഞ്ഞത്. കൗണ്ട് കൂടിയപ്പം അതിന് ഫുഡൊന്നും എടുക്കാതെ ആയപ്പം അതിന് കുറഞ്ഞാണ്. അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത് നമ്മളെ ബേബീസിന് നമുക്ക് റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഞാൻ ഓൾറെഡി ഓന് കൊടുക്കുന്നൊരു ഫുഡാണ്. അപ്പം അത് എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ രണ്ടാമതും അത് ക്രിയേറ്റ് ചെയ്ത് വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടും പിന്നെ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ വെച്ചിട്ടും കൂടി മിക്സ് ആക്കിയിട്ട് ബേബീസിന് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സെർലാക്ക് പിന്നെ അതേമാതിരി രാഗി കുറുക്ക് കാര്യങ്ങളൊക്കെയാണല്ലോ ബേബീസിന് കൊടുക്കുക. അപ്പോൾ അതേപോലെ കുറുക്കിയിട്ട് കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന റെസിപ്പി കേട്ടോ. അപ്പം എന്തായാലും ഞാൻ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല വർത്തമാനം പറഞ്ഞിട്ട്. അപ്പം നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു തരാം ഫസ്റ്റ്, എന്നിട്ട് അതെങ്ങനെ കുക്ക് ചെയ്യുന്നതും ബാക്കി ഡീറ്റെയിൽസ് അപ്പം വൈആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, നമുക്ക് സാധനങ്ങൾ എന്തൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമുക്ക് എന്താ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ 2 പാക്കാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ എല്ലാ സാധനങ്ങളും ഒരു ഇതിലാണ് എല്ലാ സാധനങ്ങളും കണ്ടല്ലേ, ഇവിടെ ഉണ്ടല്ലേ ഫോട്ടോസ്. ഇതിലുള്ള എല്ലാ സാധനങ്ങളും ഇത് എത്ര ഗ്രാം ഉണ്ട്, എങ്ങനെയുണ്ട്, എത്ര ഉണ്ട് എന്നൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 പാക്കാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാ അങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ ഓരോന്നും ഓരോ രീതിയിലാണ് വറുത്തെടുക്കുന്നത്. അതും ഓരോ സാധനങ്ങളായതുകൊണ്ട് മിക്സാക്കി വറുത്താൽ ചിലപ്പം പൊടിക്കുമ്പം ചിലത് പൊടിയും, പക്ഷെ ചിലത് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ പാത്രത്തിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതാണ് നമുക്ക് സെപ്പറേറ്റ് ആക്കാനുള്ളത്. അപ്പോൾ ഇതും നമ്മൾ ചെറിയ പാത്രങ്ങൾ സെപ്പറേറ്റ് ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൂചി ഗോതമ്പാണ് സെപ്പറേറ്റ് ആക്കുന്നത്. സോറി ഗായ്സ്, സൂചി ഗോതമ്പല്ല, ഇത് ഒരു ചുവപ്പ് അരിയാണ്, പക്ഷെ ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം അത് നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് വലിപ്പമുള്ള പത്രമില്ല, അപ്പം നമുക്ക് ചെറിയ പാത്രത്തിലാക്കാം ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ഇതിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്തത് ഒരു പയറായിട്ട് വരുന്നതാണ് കേട്ടോ. മമ്പയർ പോലെയൊക്കെ ഒരു പയറായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതിങ്ങനെ സൂപ്പർ മാർക്കറ്റിലും പിന്നെ പുറത്തുള്ള കടകളിലൊക്കെ ഇത് കിട്ടും കേട്ടോ. അപ്പം ഓരോട് ബേബീസിനുള്ള ഹെൽത്തി കിറ്റാണെന്ന് പറഞ്ഞാൽ മതി. ഇതാ ഹെൽത്തി മിക്സ് ആണത് കേട്ടോ. 16 ഇൻഗ്രീഡിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് മുത്താറി, കമ്പം, ചോളം, പിന്നെ ബജ്ര, ബാർലി, ചെറുപയർ, കടലപ്പരിപ്പ്, നവരപ്പരിപ്പ്, മുതിര, സവനരി, സൂചി ഗോതമ്പ്, സോയാബീന്, ബദം, പിസ്ത, ഏലക്ക, കശുവണ്ടി, ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പം ഇതിൽ പറയാത്ത സാധനങ്ങളും ഇതിലുണ്ട് കേട്ടോ. അപ്പം ഇതിൽ പറയാത്ത സാധനങ്ങളൊക്കെയാണത് മുതിര ഉണ്ട്, അതുപോലെ പയറും ഉണ്ട് കേട്ടോ. മുതിര ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കടലപ്പരിപ്പിൻ്റെ ഇതിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇതിൽ പറയാത്ത സാധനങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയ്ക്ക് ഹെൽത്തിയാണ്. നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ നമുക്ക് ബേബീസിന് കൊടുക്കാൻ പറ്റിയ ഫുഡാണ് കേട്ടോ.
അപ്പം ഇത് ബാക്കിയൊക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പാത്രം ചെറുതായിട്ടും ചൂടാവണം. എന്നിട്ട് നമുക്ക് ഈ ധാന്യം നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. പാത്രം കുറച്ച് ചൂടാവട്ടെ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ വറുത്തിട്ട് എടുക്കാൻ കഴിയും. അപ്പോൾ കുറച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ. തോനാവുമ്പം ഒരേപോലെ എല്ലാം വറുത്താവില്ല. അപ്പം നമ്മൾ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കുമ്പോൾ മാക്സിമം എന്താ പറയുക ടൈം എടുത്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു പ്രതിഫലം നമുക്ക് കിട്ടും. നല്ല ഡ്രൈ റോസ്റ്റഡ് ആവണം, എന്നാലേ നല്ല രീതിയിൽ നല്ല നൈസ് പൊടി ആക്കിയിട്ട് കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് നമ്മൾ ഈ പത്തിരി പൊടിയാക്കില്ല അതേപോലെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാക്കുമ്പോൾ വേണം കേട്ടോ. ഇതാണ് കേട്ടോ ഒരു വൈറ്റ് ധാന്യമാണ്. അപ്പോൾ അതും നമ്മൾ കുറച്ച് ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ്. ആദ്യം വറുത്ത് ഞാനൊരു പാത്രത്തിൽ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതും നല്ല രീതിയിൽ വറുത്തെടുക്കാം നമുക്ക്. അടുത്ത് ചോളം വറുക്കാം. അപ്പം ചോളം കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പം അത് നല്ല ഇത് കുറച്ച് ടൈം എടുക്കും. ഡ്രൈ ആയിട്ട് കുറച്ചതായി ഒരു ചെറിയൊരു പൊട്ടണ വെച്ച് അതേപോലെ ഇത് കളറ് ചേഞ്ചായി വരും. അതുവരെ നമ്മളിത് നല്ല വറുത്തെടുക്കണം. അപ്പോൾ ഈ കമ്പായതുകൊണ്ട് പൊടിഞ്ഞ് കിട്ടാൻ കുറച്ച് പണിയാണ്. വറുത്ത് ശരിക്ക് ഇതിൻ്റെ ഡ്രൈ റോസ്റ്റ് ആയില്ലെങ്കിൽ പൊടിക്കുമ്പോൾ കുറച്ച് പണിയാണ് കേട്ടോ. അപ്പം നല്ല ഡ്രൈ ആക്കിയെടുക്കാം. അപ്പം അടുത്തത് പയറുവർഗ്ഗമാണ്. ചെറുപയറും ഇതാണ് കേട്ടോ, വെള്ളപ്പയറുമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ ചോളും പിന്നെ വേറെ 2 ധാന്യങ്ങളും വറുത്ത് ഇതാക്കിയാണ്. ചോളം കണ്ടില്ല നിങ്ങൾ, ഒരു ഇതിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു ഓറഞ്ച് കളർ, ആ വറുക്കണതിന് മുമ്പുള്ള കളറിന് ഒരു മഞ്ഞ കളറായി മാറും കേട്ടോ. അതുവരെ വറുത്തെടുക്കണം. ഒരു പൊട്ടണ ഒരു ഒച്ച വരും, അപ്പോൾ നമ്മൾ മാറ്റിയാൽ മതി. ഇത് അരിവർഗ്ഗമാണ് കേട്ടോ. 3 തരം അരിയുണ്ട്. സൂചി ഗോതമ്പും പിന്നെ വേറെ ഉണ്ട് ഒരു ചുവപ്പ് അരിയും പിന്നെ വേറൊരു അരിയുണ്ട്. അതിന് പേരെനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അത് 3 കൂടി നമുക്ക് ഇത് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കാം. ഇത് മമ്പയറും കടലപ്പരിപ്പുമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ വറുത്തെടുക്കാം. അതാ അവിടെ ഉണ്ട് കേട്ടോ ആള്. കുട്ടൂസ് എണീറ്റ് വരികയാണ് ഗൈസ്. എണീറ്റു കുറച്ച് നേരമായിട്ട് എണീറ്റിട്ട്. ആ മോന് സെൽഫി സ്റ്റിക്ക് വേണം, അതിന് വേണ്ടിയിട്ടുള്ള കുടുത്തം വരികയാണ്. തരാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം വറുത്ത സാധനങ്ങളൊക്കെ അവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് ചൂടാറാൻ വെച്ചതാണ്. നമുക്ക് സാബൂനരി കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ളൂ കേട്ടോ. അപ്പോൾ അതും ഫ്ലെയിം എല്ലാം കുറച്ച് വെച്ചിട്ട് ആക്കിയെടുക്കാം. ഇതെല്ലാവർക്കും അറിയുന്ന അരിയാണ്. നമ്മൾ പായസം ഉണ്ടാക്കാനും പല രീതിക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ്. അത്രയ്ക്ക് നല്ല സാധനമാണ്. ആള് ഇവിടെ ഭയങ്കര കുറുമ്പാണ് ഗൈസ്. ഭയങ്കര കുറുമ്പ് കേട്ടാണ്. കുറുമ്പനാണ്. ഓനാ സെൽഫി സ്റ്റിക്ക് കിട്ടുന്നവരെ ഈ പ്രശ്നം ഉണ്ടാക്കുക. ഇത് കുറച്ച് 2 ബദാമും 2 പിസ്തയും പിന്നെ ഏലക്കായും പട്ടയാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് നല്ല രീതിയിൽ വറുത്തെടുക്കാം. അപ്പം ഇതിൽ ഡ്രൈ ഫ്രൂട്ട് ഐറ്റംസ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ പാക്കറ്റിലുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ പൊടിച്ചിട്ടെടുത്താലും മതി. രാഗി വറുത്തെടുക്കാം കേട്ടോ. രാഗിയാണ് കുറച്ച് ചാനട്ട് വറുത്തെടുക്കുന്നത്. ഞാൻ എല്ലാത്തിനും പറയില്ല,
കുറച്ച് ഇട്ടിട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ ഇവിടെ ഇത്രയും സാധനങ്ങൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോന്നാക്കിയിട്ട് നമുക്ക് നൈസ് പൊടിയാക്കിയിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ. ഇത് ഓൾറെഡി ഓനെ ഈ കുറുക്ക് പൊടിച്ചിട്ട് വെച്ചിരുന്ന പാത്രമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഇത്ര ചെറിയ ജാറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പൊടിയായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഓരോന്ന് ഇട്ടെടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോൻ്റെ പണി നോക്ക്. ഓൻ്റെ പണി അതാണ്. ഓനെ കൊണ്ട് ഇങ്ങനെ ഓൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അത്രയ്ക്ക് നൈസ് പൊടിയാക്കിയിട്ട് ഇതിലിപ്പോൾ തരിയൊന്നുമില്ല. അത്രയ്ക്ക് നൈസിൽ പൊടിഞ്ഞേക്കണേ. അപ്പോൾ ഇനി നമ്മൾ അതൊക്കെ കണ്ടെയ്നർക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനത് അരിച്ചണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ മിക്സിക്കും ഒരു ജാറിനനുസരിച്ചാണല്ലോ. അപ്പം എല്ലാവരും നല്ല നമ്മൾ ഇതേമാതിരി കൈ കൊണ്ട് നോക്കിയിട്ട് നല്ല പൊടിഞ്ഞിട്ടുണ്ടോ നോക്കുക. എന്നിട്ട് തരിക്കണം എന്നുണ്ടെങ്കിൽ അരിക്കുക കേട്ടോ. ചെറിയ അരിപ്പൻ്റെ ഇതിൽ വെച്ചിട്ട് തരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് തരിക്കണില്ല. എൻ്റെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അവനെയും തയ്ക്കുന്നില്ല. അപ്പോൾ ഞാൻ ബാക്കി കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഫൈനലി ഫുൾ പൊടിച്ച് വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഓനെ മിക്സി ഓണാക്കണം ഓഫാക്കണൊക്കെ കാര്യം സാധനങ്ങളൊന്ന് പൊടിച്ചിട്ടുള്ളത് ഏലക്കായി, പട്ട, ബദം, പിസ്ത. അപ്പോൾ അത് കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ രാഗി പൊടിക്കുന്നതിൻ്റെ കൂടെയാണ് കേട്ടോ അതിലിട്ട് പൊടിച്ചിട്ട് മറ്റേ കുറച്ചായതുകൊണ്ട് പൊടിച്ച്. അപ്പോൾ ഞാൻ വലിയൊരു ഇതിലേക്കാക്കിയിട്ട് എല്ലാം കൂടി നല്ല മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇത് ഓരോന്ന് പൊടിച്ച് നമ്മൾ ഇടുന്നുണ്ട്. അപ്പം നല്ലോണം മിക്സാക്കി കൊടുക്കുകയാണ് എല്ലാം കൂടി. അപ്പോഴേ എല്ലാ ഫ്ലേവറും ഒരേമാതിരി മിക്സായി കിട്ടുള്ളൂ കേട്ടോ. ഒന്നായിട്ട് ഇട്ട് ഇളക്കരുത്. ഇങ്ങനെ അടിയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ മിക്സായി കിട്ടും. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ബേബീസുള്ള വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കി. ബേബീസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പം ഇത്രയും ക്വാണ്ടിറ്റി കിട്ടി കേട്ടോ. ഇത്രയും വലിയ പാത്രത്തിൽ ഇത്രയും നല്ല ക്വാണ്ടിറ്റിയിൽ ഇതൊരു മാക്സിമം ഒരു 5 kg ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ബേബീൻ്റെ ഫുഡ് നമ്മൾ റെഡിയാക്കി. ഇനി നമ്മൾ ബേബിക്ക് കൊടുക്കുന്ന ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ അത് ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോവും. അപ്പോൾ നമ്മൾ അത് കൊടുക്കുന്നത് കുക്ക് ചെയ്താണ് എങ്ങനെ കൊടുക്കുന്നത് നമ്മൾ റീലാക്കി പോസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്തതിന് താങ്ക് യു. അപ്പം എന്തായാലും നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഓക്കെ, ബൈ. കേട്ടെടുക്കേ.